ഹലോ ഗൈസ്, അപ്പോൾ വീക്കിലി ടാസ്ക് തുടങ്ങാൻ പോവുകയാണ്. വീക്കിലി ടാസ്ക് എന്ന ബിബിയുടെ ഫാക്ടറി ടാസ്ക്കാണ്. നാരങ്ങ ജ്യൂസ് കമ്പനിയും അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് കമ്പനി, ഓറഞ്ച് ജ്യൂസ് കമ്പനി, രണ്ടിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസിൻ്റെ അനീഷും ഓറഞ്ചിൻ്റെ നിവിനുമാണ്. രണ്ട് ക്യു സിമാരുണ്ട്, ക്വാളിറ്റി കൺട്രോളർമാർ. ചീഫ് ഓഫീസർ ജിഷിനാണ്, ക്യു സി ചീഫ് ഓഫീസർ ജിഷിനാണ്. അതുപോലെ തന്നെ ഒരു ക്യു സി എന്ന് പറയുന്നത് നമ്മുടെ അനുമോളാണ്. അപ്പോൾ രണ്ട് ക്യു സിമാർ. ബാക്കിയുള്ളവരെല്ലാം ബോട്ടിൽ വിൽക്കാൻ വരുന്നതോ ബോട്ടിൽ ഏജൻറ്റുമാരാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാവരും ഡ്രസ്സ് ചേഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബോട്ടിൽ 10 മിനിറ്റാണ്. ഇതിനുള്ളിൽ പരമാവധി ബോട്ടിൽ കളക്ട് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വിമ്മും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം ക്ലീൻ ചെയ്തിട്ട് മാക്സിമം ബോട്ടിൽ കളക്ട് ചെയ്ത് ഇവർക്ക് കൊണ്ടു കൊടുക്കുന്നവരുടെ അവർ എത്ര ബോട്ടിലാണോ അവർ എടുക്കുന്നത് അതനുസരിച്ചാണ് പോയിൻറ്റ്സ് കിട്ടാൻ തോന്നുന്നു. കൂട്ടടിയാണ് ഗൈസ്. ഭയങ്കര വലിയ അടി നടന്നതെന്നാണ് തോന്നുന്നത്. സാബുമോനും ജിസേലുമായിട്ടൊക്കെ വലിയ അടി നടക്കുന്നതായിട്ടാണ് നമുക്ക് പ്രൊമോയിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂണിഫോം ചേഞ്ച് ചെയ്യുകയാണ്. എല്ലാവരും ചേഞ്ച് ചെയ്ത് തീരാറായി. ഉടൻ തന്നെ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ലാസ്റ്റ് ജിസേൽ സാബുമോൻ്റെ കയ്യിൽ നിന്ന് ഈ ക്വാളിറ്റി കൺട്രോളൊക്കെ ചെയ്യുന്ന ആ സമയത്ത് ക്ലീൻ ചെയ്ത ബോട്ടിൽ തട്ടിയെടുത്തുകൊണ്ട് ഓടുന്ന ഒരു രംഗമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നില്ല. എന്തോ ഒരു വലിയ അടി നടക്കുന്നുണ്ട്. എന്തായാലും ജിസേലിന് നീളമുണ്ടല്ലോ, അപ്പോൾ സാബുമോൻ്റെ ഒരു നീളത്തിനനുസരിച്ചുണ്ടല്ലോ. എന്തായാലും സാബുമോൻ്റെ കയ്യിൽ നിന്നാണ് തട്ടിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ജിസേൽ അത് പാടില്ല എന്ന് വിളിച്ച് പറയുന്നുണ്ട് പ്രൊമോയ്ക്കകത്ത്. ഇപ്പോൾ നമുക്കറിയില്ല, എന്തായാലും പുറത്താണ് ഈ തട്ടുവണ്ടി പോലുള്ള 2 ഉന്തുവണ്ടികളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ആ ഉന്തുവണ്ടിയിലാണ് നാരങ്ങ ലെമൺ ജ്യൂസ് കമ്പനിയും ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെയും ആ ഒരു ഇത്. അപ്പോൾ എന്താ പറയുക, ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് കഴുകാനുള്ള പാത്രമുണ്ട്. ഒരു ഡപ്പ പോലെ ഒരു വേസ്റ്റ് ബിൻ പോലുള്ള സാധനത്തിനകത്താണ്, ഒരു ചാക്കിനകത്താണ് ഈ ബോട്ടിൽസ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര സമയത്തിനുള്ളിൽ ബോട്ടിൽസ് പോയി കളക്ട് ചെയ്യണം. മാക്സിമം ബോട്ടിൽസ് കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇവിടെ കൊണ്ടു കൊടുക്കണം എന്നുള്ളതായിരിക്കാനാണ് ടാസ്ക് എനിക്ക് തോന്നുന്നത്. മേ ബി ആയിരിക്കും. അപ്പോൾ എന്തായാലും ബാക്കി ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നത്.